അപരന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരാത്മീയ കരുത്തും ഒരാത്മീയ ജ്ഞാനവും നമുക്കുണ്ടാണ്. കാരണം നമ്മൾ ജീവിക്കുന്ന, നമ്മൾ വസിക്കുന്ന നമ്മുടേതായ ജീവിതത്തിന്റെ അന്തരീക്ഷത്തിൽ നമ്മളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒത്തിരി പേരുണ്ടാകാം. ചിലപ്പോൾ വിരലിലുണ്ടാവുന്നവരുണ്ടാവുള്ളൂ. അവരുടെ ഭാഗത്തുനിന്ന് കൂടി നമ്മൾ ഇടയ്ക്ക് ചിന്തിക്കാൻ തുടങ്ങണം. നമ്മൾ മൂലം അവർ വേദനിക്കുന്നുണ്ടോ? നമ്മുടെ സംസാരം മൂലം, നമ്മുടെ പ്രവൃത്തി മൂലം, നമ്മൾ ചെയ്യേണ്ട നന്മ ചെയ്യാത്തത് മൂലം, നമ്മുടെ ദുർമാതൃക മൂലം ഒക്കെ നമ്മുടെ കൂടെയുള്ളവർ വേദനിക്കുന്നുണ്ടോ? ഇങ്ങനെ ഞാൻ ചിന്തിക്കണം. ഞാൻ എൻ്റെ മാതാപിതാക്കളെ സ്നേഹിച്ചില്ലെങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കും? ഞാൻ എൻ്റെ ഭാര്യയെ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ അവൾക്ക് എന്നെ സംഭവിക്കും? നമ്മൾ ആദ്യം നമ്മളെ തന്നെ ആത്മശോധന ചെയ്യണം. പലപ്പോഴും നമ്മൾ കൊടുക്കേണ്ടതും നമ്മളിലൂടെ ലഭിക്കേണ്ടതും, നമ്മളിലൂടെ ലഭിക്കേണ്ട സ്നേഹവും, നമ്മളിലൂടെ ലഭിക്കേണ്ട കരുതലും, നമ്മളിലൂടെ ലഭിക്കേണ്ട സംരക്ഷണവും നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. എന്നിട്ട് ഇതൊന്നും കൊടുക്കാതെ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് പിന്നെ നമ്മൾ അതേക്കുറിച്ച് പരാതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ?